Hi friends, welcome back to Spices and Flavours. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ബീഫ് ഇടിച്ചതാണ്. വളരെ സ്പൈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ബീഫ് ഇടിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ വെളുത്തുള്ളി ഒരു 20-25 എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമല്ല, ഫെനൽ സീഡ്സ് ആണ്. പെരുംജീരകം ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മുടെ നാടൻ ബീഫ് റെസിപ്പീസിലൊക്കെ ഈ പെരുംജീരകം മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മളിനി ബീഫ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. കുരുമുളക് പൊടിയും നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്തത്. മാത്രമല്ല നമ്മളിതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇത് മുഴുവനായിട്ട് ചേർക്കണ്ട. 1 ടേബിൾ സ്പൂണ് റോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് തൊടുമ്പോൾ പൊടിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. എനിക്കിപ്പോൾ ഈ പ്രഷർ കുക്കറിൽ 6 വിസിലാണ് വേണ്ടി വന്നത്. ഓരോ പ്രഷർ കുക്കറിനനുസരിച്ചിട്ട് ബീഫ് വേവാൻ വേണ്ടി വരുന്ന വിസലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിലധികം വെള്ളമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇവിടെ ബീഫിൽ വെള്ളമൊന്നുമില്ല. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി പെരുംജീരകം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പെരുംജീരകം നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്.
ഇനി ഞാൻ ഇതിലേക്ക് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് നേരമൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ റോസ്റ്റ് ചെയ്ത ഈ നാളികേരത്തിൻ്റെ കൊത്ത് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നാളികേരം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കണത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഡിഷിന്. ഇനി ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമുക്ക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം ഈ ഡിഷിൽ. ഇപ്പം പെരുംജീരകവും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും നാളികേരവും കറിവേപ്പിലൊക്കെ കൂടി ചേർന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുകയാണ്. കണ്ടോ, ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോഴേക്കും അത് പൊടിഞ്ഞു പോരും. ഇതിനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ബീഫൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബീഫിന്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന വരെ നമുക്കിതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ബീഫൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് സമയം ഇരുന്നാൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് മാറും. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.